ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24-ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9001900156. തമിഴ്നാട്ടിൽ എവിടോ ഒരു കുഗ്രാമത്തിൽ ഇടിവെട്ടി മഴ പെയ്തെന്ന് പറഞ്ഞൊരു വാർത്ത വന്നപ്പോ തൊട്ട് പനിയാന്നും പറഞ്ഞ് ആവി പിടിച്ചോണ്ടിരിക്കും. എന്തോത്തിനാ? പണിക്ക് പോകാതിരിക്കാൻ, അല്ലാതെ വേറെ ഒരു കാര്യവും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ഇത് നിങ്ങളെ കള്ളത്തരമല്ലയോ? എന്റെ ദൈവമേ, എന്നോട് സത്യം ചെയ്തതെന്ന് കള്ളു കുടിക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് എന്തോ കാണിക്കുന്നത്? എടി അല്ല, ഞാൻ പറഞ്ഞില്ലേ ഇത് നല്ല എനർജി കിട്ടും, ക്ഷീണം മാറും, അതുകൊണ്ടാണ്. നിങ്ങൾ ആവി പിടിക്കുവാന്നല്ലയോ ഞാൻ ഇത്രയും നേരം വിചാരിച്ചത്. ഞാൻ സീരിയസ് ആയിട്ട് ഞാൻ സീരിയസ് ആയിട്ട് ഇതിനെ നശിപ്പിച്ചെന്നെ എന്റെ സ്വഭാവം മാറും കേട്ടോ. നശിപ്പിച്ചാൽ നിങ്ങളുടെ സ്വഭാവം മാറും. എല്ലാം ഞാൻ ഒഴിച്ചു കളഞ്ഞ പൈസ കൊടുത്ത് വാങ്ങിച്ച സാധനമാണ്, ഇല്ലാത്ത പൈസ ഉണ്ടാക്കി വാങ്ങിച്ച സാധനം. അവൻ ജയിലിൽ ചെന്ന് കിടക്കും. എന്നെ പേടിച്ച അവൻ വിവരം അറിയൂ. കുടുംബത്തിൽ എന്റെ ദേഹത്ത് അയ്യോ, ഞാൻ പൈസ കൊടുത്ത് വെച്ചാ സാധനം എടുത്ത് കളഞ്ഞിട്ട് തല്ലിക്കൊല്ലുന്നേ. ഹലോ ഹലോ, ഇതെന്താണത്? പെണ്ണുങ്ങളൊന്നും അങ്ങനെ ഓടിച്ചിട്ടൊന്നും തല്ലാനൊന്നും പാടില്ല, പീഡിപ്പിക്കാനൊന്നും പാടില്ല. ഞാൻ തല്ലിയല്ലോ. എന്തോ നിങ്ങൾ കണ്ടോണ്ടിരുന്നില്ല, ഞാൻ തല്ലിയല്ലോ. ഈ കയ്യിൽ വടി എടുത്ത് പിടിച്ചാണ് എന്തിനാണ്? ഇത് വടി ഞാൻ എടുത്തില്ലെങ്കിൽ ഇവളെടുത്ത് എന്നെ തല്ലു, അതുകൊണ്ടാണ് ഞാൻ ആദ്യം എടുത്തത്. ഞാൻ നിന്നെ തല്ലുവടി? തല്ലില്ലല്ലോ. ഇതാണ് ഇവിടെ സ്ഥിരം നടക്കുന്നത്. ഞാൻ ഇതേപോലെ തറയിൽ അവിടെ എവിടെയെങ്കിലും ഇട്ടടിക്കും, എന്തെങ്കിലും ഒന്നും രണ്ടും പറയും. ഇവൾ ഇതേപോലെ നിലവിളിക്കും. വഴിയേ പോണവന്മാരെല്ലാം കൂടി വന്ന് എന്നെ പഞ്ഞിക്കിട്ടിട്ട് അങ്ങ് പോകും. സ്ഥിരം പരിപാടിയത്. എനിക്ക് ആരും ചോദിക്കാനില്ലെന്ന് കരുതിയിട്ടല്ലയോ നിങ്ങൾ ഇപ്പൊ ഈ കമ്പെടുത്തത്? ആരുണ്ടെന്നാണ് നീ പറയുന്നത്? ഞാൻ 2 പ്രാവശ്യം കൈ തട്ടിയ എന്റെ അമ്മാവൻ പറന്നു വരും. കൈ തട്ടിയാ വരുമെങ്കിൽ അത് അമ്മാവനല്ല, വെലിക്കാക്കയാണ്. എന്റെ കുടുംബക്കാരെ പറ്റി പറയുന്നുണ്ടോ? കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര വർഷമായി? ഇന്നേ വരെ നിങ്ങൾ എന്നെ സമാധാനമായിട്ട് ഉറങ്ങാൻ സമ്മതിച്ചിട്ടുണ്ടോ? അതൊന്നും അല്ല ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം വെളുപ്പാങ്കാലത്ത് ഒരു 3 മണിക്ക് താങ്കൾ ഉറക്കത്തിൽ കണ്ടോണ്ട് ചിരിക്കുന്നതായിട്ടല്ലോ. അതെന്താണെന്നറിയാവോ? അത് നല്ല സൗന്ദര്യമുള്ള ഒരു രാജകുമാരി ഞാനും കൂടി ഒരു മഞ്ഞുമലയെ കൂടി ഉരുണ്ടുരുണ്ടിഞ്ഞ് പറഞ്ഞേറ്റ് ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ട് മഞ്ഞു വാര്യരെ എടുത്ത് അങ്ങോട്ട് എറിയുന്നു, മഞ്ഞു വാര്യരെ അടുത്ത് അല്ല മഞ്ഞു വാരി അങ്ങോട്ട് എറിയുന്നു, മഞ്ഞു വാര്യരെ അടുത്ത് എന്നെ ഇങ്ങോട്ട് എറിയുന്നു. എന്തൊരു രസമായിരുന്നു. മെത്തേം തലയാണേയും കുത്തി കീറി പറപ്പിച്ചതിനാ ഈ മഞ്ഞു വാരി പറയുന്നത്. അന്ന് വെളുപ്പാങ്കാലത്ത് 5:30 ആയപ്പോ താങ്കൾ പട്ടി മോങ്ങുന്നുണ്ടല്ലോ. രാജകുമാരി മാറി സ്വപ്നത്തിലേക്ക് നീ വന്നു, പിന്നെ എങ്ങനെ കരയാതെ? അല്ലെങ്കിൽ നിങ്ങൾക്ക് പണത്തിനോടാണ് ആർത്തി. എന്റെ രമണി ചേച്ചി, നിങ്ങൾ ഇത് കേൾക്കണം. ഇവിടെ ഒരു ക്യൂടെക്സ് ഇടാൻ എനിക്ക് പറ്റത്തില്ല. കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ കയ്യിൽ ഒരു ചുമന്ന ക്യൂടെക്സ് ഇട്ടിട്ട് ഞാൻ ഈ നഖം വെട്ടി ഇങ്ങോട്ട് മാറ്റി വെച്ചു. കുങ്കുമപ്പൂവാന്നും പറഞ്ഞ് പൊതിഞ്ഞെടുത്തോണ്ട് പോയി വിറ്റ് കള്ളു കുടിച്ചു മനുഷ്യൻ. അറിയാമോ? എനിക്ക് വിശ്വസിച്ച് എന്റെ കൊച്ചിനെ ഇങ്ങാറ് കൂടെ സ്കൂളിൽ പറഞ്ഞുവിടാൻ പറ്റത്തില്ല. ഉച്ചയ്ക്ക് കൊടുത്തു വിടുന്ന ചോറ് പൊതിച്ചോറാന്നും പറഞ്ഞെടുത്തോണ്ട് പോയി വിറ്റ് കള്ളു കുടിക്കും ഈ മനുഷ്യൻ. അറിയാമോ? ഇതില് വലിയ ചിരിക്കാനൊന്നുമില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, കണ്ടന്റ് ഒന്ന് മാറ്റി പിടിക്കുന്നത് നല്ലതാണ്. ഇത് ഈ സ്റ്റാൻഡപ്പിന് വലിയ മാർക്കൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. സ്ഥിരം പരിപാടിയാണ്. ഭർത്താവിനെ കുറ്റം ഇനി വരുമ്പോഴെങ്കിലും ഒന്ന് നേരെ മാറ്റി കൊണ്ടുവരണം കേട്ടോ. നിങ്ങൾ എന്തോ കോമഡിക്കുന്ന ജഡ്ജ്മെന്റ് പറയുവാണ്. നിന്റെ സ്റ്റാൻഡപ്പിന് ഞാൻ എന്ത് ചെയ്യണം? നിങ്ങളൊരു മനഹോ കള്ളുകൂടിനാ. നിങ്ങള് കള്ളുകൂടിയാടാ. എടാ ഇറങ്ങി വാടാ ഇങ്ങോട്ട്, ധൈര്യം ഉണ്ടെങ്കിൽ. കുടിയാ ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാ കുടിയാ. ഇന്ന് ഞാൻ ഇങ്ങോട്ട് മാറി. ഞാൻ വേണ്ട നിന്ന് വെല്ലു വിളിക്കുന്നു. ചോദിക്കാൻ അങ്ങോട്ട് ചെന്ന്. എടാ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ വാടാ ഇങ്ങോട്ട്. അല്ല ചോദിക്കണ്ടേ? ചോദിക്കാന്ന്. അവ എന്റെ വീട്ടുകാർ എന്തോ അറിഞ്ഞിട്ട് വന്നിരിക്കുക. ശ്രദ്ധിക്കണ്ട. സീരിയസ് ആയിട്ടാണ്. നീ ചെന്ന് ഉള്ള എനർജിയും പോയി. എനർജി എവിടെ പോണം? എനർജി കൂട്ടാൻ നിങ്ങൾക്ക് ഇപ്പൊ എവിടെ പോണം? ഞാൻ ഒരു സോഡ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.